സ്നേഹവീടുകൾക്ക് വർണ്ണചാരുത പകരാൻ എത്തിക്കഴിഞ്ഞു എആർ ട്രേഡേഴ്സ്. പെയിന്റ് ആൻഡ് ഹാർഡ്വെയർസിന്റെ വർണ്ണ വിസ്മയ ലോകം. ഇനി നിങ്ങളുടെ സ്വപ്നം ഞങ്ങളിലൂടെ. വീടുകൾ മനോഹരമാക്കാൻ ബർജർ പെയിന്റിന്റെ വർണ്ണ വിസ്മയ ലോകം തീർത്തുകൊണ്ട് എആർ ട്രേഡേഴ്സ് പഴയന്നൂരിന്റെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചു. എആർ ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ്വെയർ, പഴയന്നൂർ ഹൈസ്കൂൾ റോഡ്, എആർ കോംപ്ലക്സ്. മണ്ണാർക്കാട്ടെ നിപ്പ ഭീതി ഒഴിഞ്ഞു മാറുമ്പോൾ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നിസ്വാർത്ഥരായി സേവനമനുഷ്ഠിച്ച ഒരു വിഭാഗമാണ് സിവിൽ ഡിഫൻസ് അംഗങ്ങൾ. ഒരു രൂപ പോലും വരുമാനം പ്രതീക്ഷിക്കാതെ ആരോഗ്യ പ്രവർത്തകർക്കും പോലീസിനുമൊപ്പം സ്വന്തം ജോലി തിരക്കുകൾ പോലും മാറ്റിവെച്ചായിരുന്നു ഇവരുടെ സേവനം. കാണാം ആ നല്ല വാർത്ത. മണ്ണാർക്കാട്ടെ ജനജീവിതത്തെ ആകെ ഭീതിയിലാഴ്ത്തിയ ദിനങ്ങളായിരുന്നു ഈ കടന്നുപോയത്. ആശങ്ക പൂർണ്ണമായും വിട്ടുമാറിയിട്ടില്ലെങ്കിലും ജനങ്ങൾ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വരികയാണ്. കോവിഡ് കാലത്തെ അടച്ചിടലിന് ശേഷം അപ്രതീക്ഷിതമായാണ് മണ്ണാർക്കാട് നിപ വൈറസ് സ്ഥിരീകരിക്കുന്നത്. ഇതേ തുടർന്ന് നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ 7 ദിവസങ്ങളിലായി വിവിധ വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു. ജനങ്ങൾക്ക് കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. ഈ സമയത്താണ് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് പ്രാദേശിക ഭരണകൂടങ്ങൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റിയത്. ഫയർഫോഴ്സിന്റെ കീഴിലുള്ള പരിശീലനം നേടിയ 25ഓളം ഡിഫൻസ് അംഗങ്ങൾ വിവിധ കണ്ടെയ്ൻമെന്റ് സോൺ പ്രദേശങ്ങളിൽ സജീവ സാന്നിധ്യമായി നിന്നതോടെ യഥാർത്ഥ ജനസേവകരായി ഇവർ മാറി. പ്രദേശത്ത് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ ദിവസം മുതൽ പിൻവലിക്കുന്നതുവരെയും ഇവർ മാറി മാറി ചുമതലകൾ നിർവഹിച്ചു. ഒരു ദിവസം ചുരുങ്ങിയത് 7 പേർ മുതൽ 15 പേർ വരെ സേവനമനുഷ്ഠിച്ചു പോന്നു. ആവശ്യ മരുന്നുകൾ എത്തിക്കൽ, ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്യൽ, ഗതാഗത നിയന്ത്രണം, റോഡുകൾ അടയ്ക്കൽ, അണുനശീകരണം, ബോധവൽക്കരണം, മാസ്കുകൾ വിതരണം ചെയ്യൽ തുടങ്ങി ഇവർ സൌജന്യമായി ചെയ്തു പോന്ന സേവനങ്ങൾ പറഞ്ഞാൽ തീരാത്തതാണ്. നിയന്ത്രണങ്ങൾ പിൻവലിച്ച ഞായറാഴ്ച രാത്രിയിലും ഇവർ കർമ്മനിരതരായി രംഗത്തുണ്ടായിരുന്നു. ആരോഗ്യ പ്രവർത്തകർ ഉപയോഗിച്ച വാഹനങ്ങളും സ്കൂളുകളും അണുനശീകരണം ചെയ്യുന്ന പ്രവൃത്തികളാണ് ഞായറാഴ്ച അർദ്ധരാത്രിയിൽ ഇവർ ചെയ്തത്. സ്വന്തം വരുമാന മാർഗങ്ങൾ ഉപേക്ഷിച്ചായിരുന്നു ഈ സേവന പ്രവർത്തനങ്ങൾ എന്നതാണ് ഈ സന്നദ്ധമാരെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. സന്നദ്ധ സംഘടനകൾ വിശ്വസ്തയോടെ സിവിൽ ഡിഫൻസ് അംഗങ്ങളുടെ കയ്യിലായിരുന്നു പ്രദേശത്ത് ദുരിതമനുഭവിക്കുന്നവർക്ക് കൈമാറാനുള്ള പണം ഉൾപ്പെടെ ഏൽപ്പിച്ചിരിക്കുന്നത്. നാട് അസാധാരണമായ ഒരു ദുരിതം നേരിടുമ്പോൾ പതറാതെ ജനസേവനം നടത്തിയ അഗ്നിശമന സേനയുടെ ഭാഗമായ സിവിൽ ഡിഫൻസ് അംഗങ്ങൾക്ക്, പോരാളികൾക്ക് ഒരു ബിഗ് സല്യൂട്ട്. ന്യൂസ് ഡെസ്ക് CCV.